നോക്കൂ, നമ്മുടെ ഈ വിഷ്വൽ മീഡിയയിലെ അവതാരകരെല്ലാം തന്നെ വലിയ നിഷ്പക്ഷമതികളാണെന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. അവർക്ക് വ്യക്തമായ ചില രാഷ്ട്രീയ നിലപാടുകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ടാവും, അല്ലെങ്കിൽ പക്ഷപാതിത്വം പുലർത്താറുണ്ട്. അതൊക്കെ അവരുടെ വാർത്താ വായനകൾക്കിടയിലും പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിലൊക്കെ പ്രകടമായി കണ്ടിട്ടുണ്ട്. അത് ഇതുവരെ കുറേ കാലങ്ങളായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മനോരമയായാലും ഏഷ്യാനെറ്റ് ആയാലും അതൊക്കെ പ്രകടിപ്പിക്കാറുമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി അതെല്ലാ സീമകളും പരിധി വിട്ടുകൊണ്ട് പ്രത്യക്ഷമായി ചില രാഷ്ട്രീയ കക്ഷികൾക്കും ചില നേതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ബാധിക്കുന്ന രീതിയിൽ ചില മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കുന്നു എന്നും അത് വലിയ വികാരപ്രകടനങ്ങളായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാലോ വയനാട് ചൂരൽമലയിലുണ്ടായ ആ ദുരന്തം എന്താണെന്നുള്ളത്. ഒരു രാത്രി കൊണ്ട് സകലതും നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുറേ മനുഷ്യരെ അവിടെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് സർക്കാർ നേതൃത്വത്തിൽ ഒരു ടൗൺഷിപ്പ് രൂപം കൊള്ളുന്നു. അതിൻ്റെ പ്രവർത്തനം കുറച്ച് ഡിലേ വന്നെങ്കിലും അതിപ്പോൾ ഏതാണ്ട് ഒരു രൂപത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്കകം അവിടെ എല്ലാവർക്കും താമസം തുടങ്ങാം. അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് ഗവൺമെൻറ് പുറത്തു പോവുകയോ ഇനി വീണ്ടും തുടർഭരണം വരുമോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ആ വീടൊരുക്കി കൊടുത്ത സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അതിനെ ക്ഷണിക്കാൻ വേണ്ടി, പാലുകാച്ചലിനെ ക്ഷണിക്കാൻ വേണ്ടി 10-13 പേര് അദ്ദേഹത്തെ പോയി കണ്ടു എന്നുള്ളതിനെ അതിവൈകാരികമായി ഒരു അവതാരക അത് നാടകമാണ് എന്ന് പരിഹസിക്കുന്നത് ആ മനുഷ്യരെ പരിഹസിക്കുന്നതല്ലേ. നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളോ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോ UDFൻ്റെ ഏതെങ്കിലും നേതാക്കളോ ഈ ഒരു സംഭവത്തെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതായി നമ്മൾ കണ്ടില്ല. പക്ഷേ ഈ അവതാരകയ്ക്ക് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള വീറും വാശിയും വൈരാഗ്യവും പിണറായി വിരോധമോ ഇടതുപക്ഷ വിരോധമോ കമ്മ്യൂണിസ്റ്റ് വിരോധമോ ഒക്കെ മനസ്സിലങ്ങനെ കൊണ്ടു നടന്നുകൊണ്ട് വയനാട്ടിലെ ആ ദുരന്തത്തിനിരയായ കുറച്ച് മനുഷ്യർ വലിയ സങ്കടത്തിനിടയിലും അവർക്ക് സന്തോഷത്തിൻ്റെ ഒരു ചെറുതിരി നാളം കണ്ടപ്പോൾ അവരാ സന്തോഷം പങ്കിടാൻ വേണ്ടി, അവർക്കൊരു അന്തി ഉറങ്ങാൻ ഒരു കൂര കിട്ടിയതിൻ്റെ സ്നേഹം പങ്കിടാൻ വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ പോയ ആ സംഭവത്തെ ഈ രീതിയിൽ വിമർശിക്കണമെങ്കിൽ ആ മനസ്സ് എന്തുമാത്രം പകയുള്ളതായിരിക്കണം, രാഷ്ട്രീയ വൈര്യമുണ്ടായിരിക്കണം. തൻ്റെ പാർട്ടിക്കോ താൻ ഉൾക്കൊള്ളുന്ന ആശയത്തിനോ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയം അടിപ്പെടുമോ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രതികൂലമായി ബാധിക്കുമോ എന്നൊരാശങ്ക ആ വാചകങ്ങളിലും ആ ശരീരഭാഷയിലൊക്കെ വളരെ പ്രകടമാണ്. ഇത് ശരിയാണോ ഇത്തരത്തിലുള്ളൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ളത് അവർ സ്വയം തീരുമാനിക്കണം, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനം തീരുമാനിക്കേണ്ടതാണ്. ഈ കണ്ടത് മാത്രമല്ല അവർക്ക് ഈ പകയുണ്ടെന്ന് നമ്മൾ എത്തിച്ചേരാനുള്ളൊരു നിഗമനം. ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടെ കേട്ടാൽ മാത്രമേ ഇവർ എന്തുമാത്രം ഈ രാഷ്ട്രീയമായിട്ടാണ് ഓരോ സംഭവത്തെയും കാണുന്നത് എന്ന് നോക്കണം. ഇവർക്ക് എന്തോ ഒരു ദുരനുഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ പിണറായി വിജയനിൽ നിന്നോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഒരു പക്ഷേ വീണ ജോർജൊക്കെ ഈ മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് ഈ മന്ത്രിതലം വരെ എത്തിയതാണ്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള നിരാശ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ നമ്മുടെ ഒരു നിരീക്ഷണമാണ്, ഇതൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും അവതാരകർ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയം പറയുന്നതിലോ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ആ പാർട്ടിയെ എതിർക്കുന്നതിലോ ഒന്നും തെറ്റില്ല. പക്ഷെ അതിനുപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന വിഷയത്തിലെ കൈകാര്യം ചെയ്യുന്ന ഒരു അവധാനതയൊക്കെ മാധ്യമപ്രവർത്തകർ അവതാരകർ പുലർത്തേണ്ടതല്ലേ എന്ന് ആരും ചിന്തിച്ചു പോകും. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ രീതിയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോടോ അല്ലെങ്കിൽ അതിലെ നേതാവിനോടോ ഒക്കെ ഒരു പകയുണ്ട് എന്ന് നമ്മൾ പറയുന്നതിന് കാരണമെന്ന് ഈ ഭാഗം കൂടെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അത് കേട്ട് നമ്മുടെ പ്രേക്ഷകർ ഒരു അഭിപ്രായം പറയട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാടാണോ വിഷയം എന്നുള്ള തെളിവ് നോക്കിക്കോ. വയനാട് എനിക്കൊരു കാര്യമുള്ളൂ. വയനാട് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ വയനാട് ദുരന്തബാധിതരെ ഇതേപോലൊരു ടൗൺഷിപ്പിൽ ഈ നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ കയറ്റുമായിരുന്നോ? സ്മൃതിക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ടോന്ന് വെച്ചാൽ ജനം കൊടുത്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ കേട്ടില്ലേ, ഈ അവതാരക വെല്ലുവിളിക്കുകയാണ്. ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്? ഈ വയനാട്ടിലെ പാവപ്പെട്ട ദുരന്തബാധിതരായ മനുഷ്യരെയാണോ വെല്ലുവിളിക്കുന്നത്? ആരെ നോക്കിയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്? മലയാളികളെ നോക്കിയാണോ വെല്ലുവിളിക്കുന്നത്? എന്താണ് വയനാട് വിഷയമായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്കറിയാം. മെയ് 4 അറിയാം. ഞാൻ വെല്ലുവിളിക്കുകയാണെന്നാണ് പറയുന്നത്. അതാണ് അവരുടെ പേടി. ഈ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും.
അവിടെ ഒരു കല്ല് പോലും എടുത്തു വെക്കാൻ പറ്റാത്തത് വലിയ വിഷയമാക്കി ഇടതുപക്ഷം സ്വരാജിനെ പോലെയുള്ള നേതാക്കൾ അവസാന നിമിഷം കൊണ്ടുവന്നത് ആ പാർട്ടിയുടെ ജയസാധ്യതയെ ബാധിക്കുമോ എന്ന ആശങ്ക അവർക്ക് നന്നായിട്ടുണ്ട്. അതിൻ്റെ കലിതുള്ളലും ആ പ്രകടനവുമാണ്, ആ ബോഡി ലാംഗ്വേജൊക്കെ നമ്മൾ കണ്ടില്ലേ. ഈ രീതിയിലാണോ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് അല്ലെങ്കിൽ വിഷയം അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ അവനവൻ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതേ വിഷയം തന്നെ അവർക്ക് അഭിപ്രായം പറയാലോ. ഈ വിഷയം കോൺഗ്രസിൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ല എന്നാണ് തൻ്റെ അഭിപ്രായം എന്നവർക്ക് വളരെ ഭംഗിയായി പറഞ്ഞൊപ്പിക്കാലോ. അതിനെന്തിനാ ഇങ്ങനെ കലി തുള്ളിക്കൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ. നന്ദി, നമസ്കാരം.